ആൻഡ് കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാറിൻ്റെ അകത്ത് ഒരു ഹുണ്ടായി ഇയോൺ കാറാണ്. ഹുണ്ടായി ഇയോൺ കാറിനകത്ത് നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റാം. ആ സ്റ്റീരിയോ എങ്ങനെയാണ് കയറ്റുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതിനു മുമ്പ് നമ്മൾ വെൽടെക്കിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഡ്യുവൽ സ്ക്രീൻ ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശേഷം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ നമ്മൾ വെൽടെക്കിൻ്റെ തന്നെ 2 സ്പീക്കർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. 750 വാട്ട്സ് സ്പീക്കറാണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളും കൂടുതലായി നമുക്ക് കാണാം. നമ്മുടെ ഹുണ്ടായി ഇയോൺ കാറിൻ്റെ കമ്പനി സ്റ്റീരിയോ ആയിരുന്നു. കമ്പനി സ്റ്റീരിയോ മാറ്റി നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യണം. അത് നമുക്ക് ഹാഷിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പഴയ പാനലൊക്കെ അഴിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ പുതിയ പാനൽ ഫിറ്റ് ചെയ്യാനും അതിൻ്റെ വയറിംഗ് കിറ്റിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാഷിക്കാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എ സിയുടെ സ്വിച്ചെല്ലാം പഴയ പാനലിൽ നിന്ന് അഴിച്ച് നമുക്ക് പുതിയ പാനലിലോട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പഴയ പാനലിൽ നിന്ന് നമ്മളതെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ പുതിയ പാനൽ എടുത്തിട്ടുണ്ട്. ഈ പാനൽ നമ്മുടെ സ്റ്റീരിയോ 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാനുള്ള ടൈപ്പ് പാനലാണിത്. ഇനി ഈ പാനലിലേക്ക് നമ്മുടെ പഴയ സ്വിച്ചും എ സിയുടെ വിൻഡോയൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എ സിയുടെ 2 വിൻഡോ ഇതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. അത് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എ സിയുടെ സ്വിച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എ സി ഓണാക്കാനും ഓഫാക്കാനും ഇതിൻ്റെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാനുള്ള സ്വിച്ചാണ് നമ്മളിപ്പോൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വാങ്ങിച്ച വെൽടെക്കിൻ്റെ 9 ഇഞ്ച് ഡ്യുവൽ സ്ക്രീൻ വരുന്ന സ്റ്റീരിയോ ആണ്. ഈ സ്റ്റീരിയോ നമുക്ക് ഇതിലേക്ക് പിടിപ്പിക്കാം. ഡ്യുവൽ സ്ക്രീൻ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി കാണും. ഒരു സ്ക്രീനിൽ നമുക്ക് മാപ്പ്, നമ്മൾ പോകുന്ന ദിശയിൽ കൊടുത്തിരിക്കുന്ന മാപ്പും മറ്റേ സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പാട്ട് എന്താണെന്ന് വെച്ചാൽ പ്ലേ ആവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റീരിയോ നമ്മുടെ പാനലിൽ മുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കാറിൽ കൊണ്ട് ഫിറ്റ് ചെയ്യണം. നമ്മുടെ സ്ക്രീൻ ഗാർഡ് ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്ക്രീൻ ഗാർഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്റ്റീരിയോയുടെ പുതിയ കണക്ഷനും നമ്മുടെ റിവേഴ്സ് ക്യാമറയുടെ പുതിയ കണക്ഷനും നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ഏകദേശം എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിത് പഴയ പാനലിലോട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യണം. നമ്മുടെ പഴയ മെയിൻ പാനലിലോട്ട് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്ക്രീൻ ഗാർഡ് പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റീരിയോ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റീരിയോ ഫസ്റ്റ് സ്ക്രീൻ കാണിക്കുന്ന വെൽടെക് എന്ന് എഴുതിയ വലിയ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു എംബ്ലം എല്ലാം കാണിക്കുന്നുണ്ട്. സ്റ്റീരിയോ നമ്മൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ലോഡായതിനു ശേഷം നമ്മുടെ ഫംഗ്ഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് വരും. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ കാർ സ്റ്റീരിയോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഫംഗ്ഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കേബിൾ കുത്താൻ നമുക്ക് USB കുത്താനായിട്ടുള്ള 2 പോർട്ട് ഉണ്ട്. ഒരു പോർട്ട് USB കുത്താനും ഒരു പോർട്ട് നമ്മൾ ചാർജ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ്. സാധാരണ നമ്മുടെ ചാർജറിൻ്റെ ഡാറ്റ കേബിൾ കുത്തിയാൽ മതി. അങ്ങനത്തെ ടൈപ്പ് 2 പോർട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയിലെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. 2 സ്ക്രീൻ വരുന്നുണ്ട്. ഒരു സ്ക്രീനിൽ നമ്മുടെ മ്യൂസിക്, അതോടൊപ്പം ഇപ്പുറത്ത് ടൈമും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് മേളിൽ നിന്ന് വലിച്ചാൽ മതി. അതിലേക്ക് നമ്മൾ സാധാരണ ഹോട്ട്സ്പോട്ട് ഓണാക്കി നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യാം. വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഫംഗ്ഷന് നോക്കാം. ഗൂഗിൾ ക്രോം ഉണ്ട്. ഗൂഗിൾ ക്രോമിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും നോക്കുക, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. അത് കണക്ക് മ്യൂസിക്കിന് വേറെ ഫംഗ്ഷൻ ഉണ്ട്, റേഡിയോ ഉണ്ട്, വീഡിയോ പ്ലേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ബ്ലൂടൂത്ത് തന്നെ വേറെ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, പ്ലേ സ്റ്റോർ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ നമുക്ക് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ സാധാരണ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് തരാം. ഗൂഗിൾ മാപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എക്ലൈസറിന് തന്നെ ഫയർ ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഫംഗ്ഷന് നമുക്ക് നമ്മുടെ കാറിൻ്റെ സ്റ്റീരിയോ നമുക്ക് വേണ്ട രീതിയിൽ പാട്ട് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് അത് നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. പല ഓപ്ഷനുകളുണ്ട്. പോപ്പ്, അങ്ങനെ ജാസ്, അങ്ങനെ പല ഓപ്ഷനുണ്ട്. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ എക്ലൈസറൊക്കെ മാറും. അതേ കണക്കിന് മേളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഞെക്കുമ്പോൾ കാറിൻ്റെ സ്റ്റീരിയോ നമുക്ക് സ്പീക്കർ ഏത് ഫംഗ്ഷനാണ് സ്പീക്കർ വേണ്ട എന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേ കണക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. നമുക്കിപ്പോൾ സ്റ്റീരിയോ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, കറക്റ്റ് സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സെൻട്രലിൽ തന്നെ വയ്ക്കണം. ഇതൊക്കെയാണ് നമ്മുടെ കാറിൻ്റെ മെയിനായിട്ട് വരുന്ന ഫംഗ്ഷൻ. അതേ കണക്ക് സൈഡിൽ ഒരു പവർ ഓഫ്, മെനു, ബാക്ക്, 2 വോളിയം കൺട്രോളും കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് പാട്ട് പ്ലേ ആക്കി നോക്കാം. അത്യാവശ്യം നല്ല വർക്കാണ്. നമ്മൾ നമ്മുടെ പാനസോണിക്കിന് തന്നെ 2 സ്പീക്കർ കൂടെ കയറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പുറകെ കാണാം. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റീരിയോയുടെ വിശേഷങ്ങൾ. അതോടൊപ്പം നമ്മൾ ഈ സ്റ്റീരിയോയിൽ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മളൊരു റിവേഴ്സ് ക്യാമറ കൂടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം റിവേഴ്സ് ഇടുമ്പോൾ നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു റിവേഴ്സ് ക്യാമറ കൂടെ ഉണ്ട്. അതും ഈ വെൽടെക്കിൻ്റെ തന്നെ ഒരു റിവേഴ്സ് ക്യാമറയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതിന് സെൻസറുണ്ട്. അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ സ്റ്റീരിയോയുടെ മെയിൻ പ്രത്യേകതകൾ. ഇതിന് രണ്ടിനും 1 ഇയർ വെച്ച് വാറണ്ടി കമ്പനി തരുന്നുണ്ട്. നമുക്കറിയാം നമ്മളിത് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്കറിയാം. മുന്നിലത്തെ വീഡിയോ കണ്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അവിടെ തന്നെയാണ്. നമുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് മുന്നോട്ടുള്ള യാത്ര.